ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കുന്നത് ക്ലാസ് 1 മലയാളത്തിലെ 8ാമത്തെ ചാപ്റ്ററായത് പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ അതിലെ പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പാഠഭാഗം തുടങ്ങുമ്പോൾ നിങ്ങൾ കാണാം അല്ലെ, ഇപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടില്ലേ, അവിടെ എല്ലാവരും മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ. പക്ഷേ മഴ വേണമെന്ന് പറയുമ്പോൾ മേഘം എന്താണ് പറയുന്നത്? പിന്നെ പെയ്യാം എന്നാണ് അല്ലേ പറയുന്നത്. അപ്പം പിന്നെ നിങ്ങൾ അടുത്ത പേജിൽ കാണാം, മുത്തശ്ശി പറയാണ്, ചൂടെടുത്തിട്ട് വയ്യ മേഘമേ, വേഗം മഴ കൊണ്ടുപോവാ. അപ്പോഴും മേഘം എന്താണ് പറയുന്നത്? ഓ പിന്നെ പെയ്യാമെന്ന് പറയുന്നല്ലേ. ചെടികൾ പറയുന്നു, അവിടെ നിങ്ങൾ കാണുന്നില്ലേ, കൊക്ക് പറയുന്നു, എല്ലാവരും പറയുന്നു ഒരു തുള്ളി വെള്ളമില്ല, ഞങ്ങളെല്ലാം ഉണങ്ങിപ്പോകുന്നു പറയണം. അപ്പോഴും മേഘം എന്താണ് പറയുന്നത്? ഓ പിന്നെ പെയ്യാം എന്നാണല്ലേ. അപ്പോൾ എന്താ ഇനി ചെയ്യുക? അപ്പം നിങ്ങൾ അടുത്ത പേജ് നോക്കൂ. ഇവിടെ എല്ലാവരും മേഘത്തോട് ചോദിക്കുകയാണ് അല്ലേ, മഴ പെയ്യുന്നുണ്ടോ? വറ്റി എന്ത് പറഞ്ഞു? വെള്ളമൊക്കെ വറ്റി തീർന്നു. മഴ എവിടെ മേഘമേ എന്ന് ചോദിക്കുകയാണ്. മഴ എന്താ കൊണ്ടുവരാത്തതെന്ന്. അവസാനം എല്ലാവരും ചോദിച്ച് എല്ലാവർക്കും ദേഷ്യം വന്നല്ലേ. നിങ്ങൾ കാണുന്നില്ല അവിടെ? അന്നേരം മേഘം എന്താ പറഞ്ഞത്? പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കുട്ടികൾ ചോദിച്ചു. അപ്പം മേഘം എന്ത് പറഞ്ഞു? ഇപ്പം പെയ്യാം, പെരുമഴയും കൂട്ടി വേഗം വരാമെന്ന് പറഞ്ഞു അല്ലേ. പെരുമഴയും കൂട്ടി വേഗം പോരാമെന്ന് പറഞ്ഞു. അപ്പോൾ മഴ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. അപ്പോൾ നിങ്ങളിത് നോക്കി വെക്കുക. നമ്മൾ പ്രവർത്തന പുസ്തകത്തിൽ അവസാനത്തെ പ്രവർത്തനം ഈ ഒരു ഭാഗം നോക്കിയിട്ടാണ്. മഴ പെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് സന്തോഷമായതെന്ന് എഴുതാനുണ്ടാവും. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് ചിത്രം നോക്കി വായിക്കുക, നന്നായിട്ട് വായിച്ച് നോക്കുക. ഓരോ ഭാഗങ്ങളും മേഘം എന്താണ് പറയുന്നതൊക്കെ വായിച്ച് പഠിക്കുക. മലയാളം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ സ്റ്റേജിൽ ഇപ്പോൾ ആണ്. അപ്പോൾ എല്ലാവരും ചെറുതായിട്ട് എല്ലാവർക്കും കഴിയുന്ന വിധത്തിൽ വായിച്ച് നോക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം എന്താണ് വന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, മഴക്കാലത്തെ പറ്റിയിട്ടൊരു കവിത പോലെ. തുള്ളി വരുന്നു മഴത്തുള്ളി, പറ കൊട്ടി വരുന്നു മഴക്കാലം, മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു, കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ എഴുതാം? ഇനി കുറച്ച് ലൈൻസ് വിട്ടിട്ടുണ്ടല്ലേ. മലയും കാടും അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. അടുത്തത് ഇലയും മരയും അതുപോലെ എഴുതി. ഇലയും മരവും, കിളിയും മഴയിൽ നനയുന്നു, കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. അതുപോലെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടല്ലേ. അടുത്ത് നോക്കാം. വയലൊഴുകുന്നു വഴിയൊഴുകുന്നു, കുളവും പുഴയിൽ ചേരുന്നു, മണ്ണലിയുന്നു മനസ്സലിയുന്നു, പകലും ഇരുട്ടു പുതയ്ക്കുന്നു, കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു. നല്ലൊരു കവിതയാണല്ലേ. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കുക. മഴയെ പറ്റിയുള്ളൊരു കവിതയാണ്. അടുത്തത് എല്ലാവരും നോക്കാം. കണ്ടെത്താം എഴുതാം. ഇപ്പോൾ നിങ്ങളിവിടെ ജലം കാണുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ വെള്ളം കൊണ്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, മനസ്സിലാക്കണം. കൂടാതെ എവിടെയൊക്കെയാണ് ജലമുള്ളത്? തടാകം, പുഴ, കുളം, കിണർ എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. കൂടെ ജലം എന്തിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതും കൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചതാണ്, ക്രിസ്മസ് എക്സാമിന്. അപ്പം ജലം എവിടെയെല്ലാം ഉണ്ട്? കിണറിലുണ്ട്, പുഴയിലുണ്ട്, തോട്, കടൽ, തടാകം, കായൽ, കുളം, ഇവിടെയൊക്കെ എന്ത് കാണാം? നമുക്ക് ജലമുണ്ടല്ലേ. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ ജലം ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും അറിയാം. കുടിക്കാൻ നമുക്ക് വെള്ളം വേണം, അലക്കാൻ വേണം, ചെടികൾ നനയ്ക്കണം, ആഹാരം പാകം ചെയ്യണം. അങ്ങനെ മൃഗങ്ങൾക്ക് എന്ത് വേണം? മൃഗങ്ങൾ കുടിക്കില്ല വെള്ളം. അങ്ങനെ എല്ലാവർക്കും എന്ത് വേണം? ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്? നിങ്ങളുടേതായ രീതിയിൽ എഴുതി നോക്കുക. അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ജലം എന്തിനെല്ലാം എന്ന് നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു 3 എണ്ണമെങ്കിലും എഴുതണം. അപ്പോൾ ഇപ്പോഴേ എല്ലാവരും ഇതൊക്കെ ഡെയിലി വായിക്കുക. ദിവസവും ഈ ഒരു പേജ് മറിച്ച് നോക്കുക, വായിച്ച് നോക്കുക. എക്സാം ആവുന്ന സമയത്ത് എല്ലാവർക്കും അത് തറോ ആയിക്കോളും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വായിച്ച് പഠിക്കുക. അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. ആമയെ നിർമ്മിക്കാം. ഇവിടെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഇതിൽ കാണുന്നത് പോലെ ഒരു സർക്കിളൊക്കെ വരച്ച് ഇതുപോലെ ചെയ്തിട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ഒരു ആമയെ പോലെ കിട്ടും. അത് നിങ്ങളെ ക്ലാസ്സിൽ ഇതിനൊരു പ്രവർത്തനം നടത്തും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ നിങ്ങളും എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോവുക. നല്ല രസമായിരിക്കും അത്. അടുത്ത ഭാഗം നോക്കാം. ഇവിടെ ഒരു മഴ പെയ്യിക്കാം എന്ന പരീക്ഷണമാണ്.
അപ്പോൾ എങ്ങനെയാണിത് ചെയ്യിക്കേണ്ടതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ രൂപം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും വായിച്ച് ഇതേപോലെ തന്നെ ചെയ്തു നോക്കാം. ഒരു ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അടിയിൽ എങ്ങനെ ഏതെങ്കിലും ഒരു നമ്മളെ ചെറിയൊരു ഒരു ഇത് ചൂടാക്കിയിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഡോട്ട് ആക്കി കൊടുത്താൽ ചെറിയ സുഷിരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് മുകളിൽ പോയിട്ടുണ്ട്, മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറിയ സുഷിരം കൂടി ഉണ്ടാക്കണം. അപ്പോൾ മുകളിലോട്ട് ഒരു വശത്തായിട്ട് നമ്മൾ ഒരൊറ്റ സുഷിരം ഉണ്ടാക്കണം. കുറച്ച് നല്ല ഒരു വലിയ ഹോളാവരുത്, ചെറിയൊരു ഹോളാക്കി കൊടുക്കുക. എന്നിട്ട് കുപ്പി മുഴുവനായി നമ്മൾ നന്നായിട്ട് വെള്ളം നിറച്ചിട്ട് കുപ്പിയുടെ മൂടി നന്നായിട്ട് മുറുക്കിയിടണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വെള്ളം നിറയ്ക്കണേ. വെള്ളം നിറച്ചിട്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കുപ്പി നമ്മൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക, എങ്കിലേ നമ്മൾ മഴ പെയ്യുന്നത് പോലെ നമുക്ക് മനസ്സിലാകുള്ളൂ. പിന്നെ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ വിരൽ കൊണ്ട് ഒരു വശത്ത് നമ്മൾ ഉണ്ടാക്കിയ ആ സുഷിരം വിരൽ കൊണ്ട് നമ്മൾ അടച്ചു. അപ്പം ഞാനിവിടെ പറഞ്ഞ പോലെ മുകളിൽ കാണുന്ന വശത്തെ സുഷിരം നിങ്ങളെ വിരൽ വെച്ച് അമർത്തി പിടിക്കുക. പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? വിരൽ മാറ്റി കഴിഞ്ഞാൽ താഴെയുള്ള ചെറിയ ഹോളിൽ കൂടെ നമുക്ക് സുഷിരത്തിൽ കൂടെ വെള്ളം ഇങ്ങനെ വീഴും. അപ്പം മഴ പെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി മഴ നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ വീണ്ടും മുകളിലുള്ള സുഷിരം നിങ്ങളുടെ വിരൽ വെച്ച് അടച്ചാൽ മതി. അപ്പോൾ ആ മഴ നിൽക്കുന്നതും കാണാം. ഇതൊരു ചെറിയ പരീക്ഷണമാണ്. ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് കണ്ടത്? മഴ പെയ്തു, വിരൽ വെച്ചപ്പോൾ നിങ്ങൾക്ക് മഴ നിന്നതും വിരലെടുത്തപ്പോൾ മഴ പെയ്തതും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ 2ാം ക്ലാസ്സിലും ഇതേപോലത്തെ ഒരു പ്രവർത്തനം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കുക. മക്കൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എല്ലാവരും വീട്ടിലുള്ള ആരെങ്കിലും കൂട്ടി ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ കീപ് വാച്ചിങ് മൈ ചാനൽ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.